സ്വന്തം മകൾക്ക് വേണ്ടി 30 വർഷം ആണായി ജീവിച്ച ഒരമ്മയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ താമസിക്കുന്ന പെച്ചിയമ്മാൾ എന്ന 20 വയസ്സുകാരി. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ തന്റെ ഭർത്താവ് ശിവ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ഭർത്താവ് മരണപ്പെടുമ്പോൾ ആ 20 വയസ്സുകാരി ഗർഭിണിയായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. പെച്ചിയമ്മാൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ ആ കുഞ്ഞിനെ പോറ്റാൻ വേണ്ടി പെച്ചിയമ്മാൾ ജോലിക്ക് പോകാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ ജോലി സ്ഥലങ്ങളായ ഹോട്ടലുകളിൽ നിന്നും കെട്ടിട നിർമ്മാണ സൈറ്റുകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും പല പീഡനങ്ങളും പെച്ചിയമ്മാൾ സഹിക്കേണ്ടി വന്നു. പക്ഷേ തന്റെ മകളെ പോറ്റണമെങ്കിൽ ജോലിക്ക് പോകൽ നിർബന്ധമാണെന്നുള്ള തിരിച്ചറിവ് പെച്ചിയമ്മാളിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ നീളത്തിലുള്ള മുടി മുറിക്കുകയും സാരി എന്ന വസ്ത്രം ഉപേക്ഷിച്ച് മുണ്ടും ഷർട്ടും ധരിക്കുകയും പെച്ചിയമ്മാൾ എന്ന പേരുപേക്ഷിച്ച് മുത്തു എന്ന പേരിടുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് പൊറോട്ട കടകളിലും ഹോട്ടലുകളിലും മുത്തു ആശാൻ എന്ന പേരിലായിരുന്നു പെച്ചിയമ്മാൾ അറിയപ്പെട്ടിരുന്നത്. സ്വന്തം മകള് പോലും 7 വയസ്സിന് ശേഷമാണ് താൻ ഇത്രക്കാലവും അച്ഛനെന്ന് കരുതിയിരുന്നത് യഥാർത്ഥത്തിൽ അച്ഛനായിരുന്നില്ല, അത് അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞത്. എന്തായാലും പെണ്ണായി ജനിച്ചുവെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ആണായി ജീവിക്കേണ്ടി വന്ന ഈ അമ്മയുടെ മനക്കരുത്തിന് ബിഗ് സല്യൂട്ട് അർപ്പിക്കുകയാണ്.